عن أبي هريرة رضي الله تعالى عنه أن النبي صلى الله عليه وسلم قال ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് സയ്യിദന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അരുൾ ചെയ്തു, ഇഷ്തറ റജുലുൻ മിൻ റജുലിൻ അഖാറൻ ലഹ്. മുൻഗാമികളിൽപ്പെട്ട ഒരു മനുഷ്യൻ അയാൾ ഒരാളിൽ നിന്ന് ഒരു വീട് വാങ്ങി, ഒരു ഭൂമി വാങ്ങി. فوجد الرجل الذي اشترى العقار في عقاره جرة فيها ذهب. ഈ സ്ഥലം വാങ്ങിയ മനുഷ്യൻ ആ സ്ഥലത്ത് നിന്ന് അയാൾക്കൊരു നിധി കിട്ടി, സ്വർണത്തിന്റെ ഒരു ഭരണി കിട്ടി, ജറത്ത്. അപ്പൊ ഈ സ്ഥലം വാങ്ങിയ അയാൾക്ക് ആ സ്ഥലത്ത് നിന്ന് ഒരു നിധി കിട്ടിയപ്പോൾ ഈ മനുഷ്യൻ ആരിൽ നിന്നാണോ ഈ സ്ഥലം വാങ്ങിയത് അയാളുടെ അടുക്കലേക്ക് ചെന്നിട്ട് പറഞ്ഞു, ഖുദ് ദഹബക മിന്നി, ദാ ഈ നിധി നിങ്ങൾ എടുക്ക്. കാരണം ഇന്നമഷ്തറൈതു മിങ്കൽ അർള, ഞാൻ നിങ്ങളിൽ നിന്ന് വാങ്ങിയത് ഈ ഭൂമി മാത്രമാണ്. വലം അബ്തഗി മിങ്കൽ ദഹബ, ഞാൻ നിങ്ങളിൽ നിന്ന് ഈ സ്വർണം വാങ്ങിയിട്ടില്ലല്ലോ, ഞാൻ ഭൂമി മാത്രമല്ലേ വാങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് ഈ നിധി നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്, നിങ്ങൾ എടുത്തുകൊള്ളുക. ഇക്കാലത്ത് നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ പോലും, പ്രത്യേകിച്ച് സ്വർണത്തിന്റെയൊക്കെ വില കൂടി നിൽക്കുന്ന സമയമായതുകൊണ്ട് സങ്കല്പിക്കാൻ പോലും പറ്റാത്തൊരു ചരിത്രമാണ്. അപ്പൊ ഈ ഭൂമി വിറ്റ മനുഷ്യൻ അയാള് പറഞ്ഞു, ഇന്നമാ ബിഅതുക്കൽ അർള വമാ ഫീഹാ, ഞാൻ നിനക്ക് ഭൂമി വിറ്റപ്പോ ആ ഭൂമിയിലുള്ള വസ്തുക്കളും കൂടിയാണ് വിറ്റത്. അതുകൊണ്ട് ഈ ഭൂമി നിന്റേതാണെങ്കിലും ഇതിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം നിനക്ക് അവകാശപ്പെട്ടതാ. ഇവര് തർക്കിക്കാൻ തുടങ്ങി. ഒരാൾ പറഞ്ഞു, ഇതെടുക്ക്, ഞാൻ ഭൂമിയല്ലേ വാങ്ങിയിട്ടുള്ളൂ. മറ്റേ ആള് പറഞ്ഞു, ഞാൻ നിനക്ക് ഭൂമി വിറ്റെങ്കിലും അതിലുള്ളതെല്ലാം നിന്റേതാണ്, അതുകൊണ്ട് നിനക്ക് അവകാശപ്പെട്ടതാ, നീ എടുത്തോളൂ. അവർ തർക്കമായി. അവസാനം ആ നാട്ടിലെ കാളിയുടെ അടുക്കലേക്ക് ചെന്നു. കാളിയോട് ഈ വിഷയം പറഞ്ഞു. കാളി ആ രണ്ടുപേരിൽ ഒരാളോട് ചോദിച്ചു, അലക്കുമാ വലതുൻ, നിങ്ങൾക്ക് ആൺമക്കളുണ്ടോ? അപ്പൊ രണ്ടുപേരിൽപ്പെട്ട ഒരാൾ പറഞ്ഞു, ലീ ഗുലാമുൻ, എനിക്കൊരു ആൺകുട്ടിയുണ്ട്. മറ്റേ ആളോട് കാളി ചോദിച്ചു, നിനക്ക് ആരാണുള്ളത്? അപ്പൊ അയാൾ പറഞ്ഞു, ലീ ജാരിയ, എനിക്കൊരു പെൺകുട്ടിയുണ്ട്. അപ്പം കാളി പറഞ്ഞു, എങ്കിൽ അങ്കിഹുൽ ഉലാമ അൽ ജാരിയ, ഈ പെൺകുട്ടിക്ക് ഇവനെ കെട്ടിച്ചു കൊടുക്ക്, ഇവൻ ഈ പെൺകുട്ടിയെ കെട്ടിച്ചു കൊടുക്കൂ. വഅൻഫിഖു അലാ അൻഫുസിഹിമാ മിൻഹു വതസദ്ദഖ, എന്നിട്ട് അവരുടെ വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി ഇത് ചെലവഴിക്കുകയും ദാനധർമ്മങ്ങൾ നൽകുകയും ചെയ്യുക. എന്തായാലും നിങ്ങൾ രണ്ടുപേരും ഇത് എടുക്കുന്നില്ല, അപ്പം ഇത് ആർക്കെങ്കിലും അവകാശപ്പെടണമല്ലോ. അതുകൊണ്ട് നിന്റെ മോളെ ഇവന് കെട്ടിച്ചുകൊട്, എന്നിട്ട് അവരുടെ വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി അത് ചെലവഴിച്ച് അതിൽ നിന്ന് സ്വതക്കകൾ നൽകുകയും ചെയ്യുക. ഈ ചരിത്രത്തിൽ നിന്ന് നാം പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പാഠമെന്നുള്ളത്, ഒരാൾക്ക് കുഴിച്ചിടപ്പെട്ടതായി എന്തെങ്കിലും ഒരു വസ്തു കിട്ടിയെന്ന് വിചാരിക്കുക, എങ്കിൽ ആ വസ്തുവിന് കളഞ്ഞു കിട്ടിയ വസ്തുവിന്റെ അതേ വിധി തന്നെയാണ് ഉള്ളത്. കുഴിച്ചിടപ്പെട്ടതായി ഒരു വസ്തു കിട്ടിയാൽ ആ വസ്തുവിന് കളഞ്ഞു കിട്ടിയ ആ വസ്തുവിന്റെ വിധിയാണുള്ളത്. കളഞ്ഞു കിട്ടിയ വസ്തുവിന്റെ വിധി എന്താ? കളഞ്ഞു കിട്ടിയ വസ്തു അതിന്റെ ഉടമസ്ഥനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ കഴിയുമെങ്കിൽ ആ ഉടമസ്ഥനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് അയാളിലേക്ക് അത് എത്തിച്ചു കൊടുക്കണം. അതാണ് കളഞ്ഞു കിട്ടിയ വസ്തുവിന്റെ വിധി. അപ്പൊ ആ വിധി തന്നെയാണ് ഭൂമിയുടെ ഉള്ളിൽ കുഴിച്ചിടപ്പെട്ടതായി നിധി പോലെയുള്ള എന്തെങ്കിലും വസ്തു കിട്ടിയാലുള്ളതിന്റെ വിധി. ഇത് കച്ചവടം നടന്നിട്ട് അധികകാലമായില്ല. അങ്ങനെയെങ്കിൽ ഇതിന്റെ ഉടമസ്ഥനെ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഈ സാധനം ഏൽപ്പിക്കണം. ഇനി കച്ചവടം നടന്നിട്ട് കുറെ കാലമായി, ഉടമസ്ഥൻ ആരാണ് എന്ന് അവ്യക്തമായി, അങ്ങനെയാണെങ്കിൽ ഈ നിധി ആർക്കാണോ കിട്ടിയത് അയാളാണ് അതിന്റെ അവകാശി. പക്ഷേ ഈ നിധിയിൽ നിന്ന് സക്കാത്തിന്റെ ഒരു വിഹിതം സമയമാകുമ്പോൾ കൊടുത്തിരിക്കണം. അതാണ് അതിന്റെ മസ്അല.
അതുപോലെ തന്നെ കളഞ്ഞു കിട്ടിയ ഒരു സാധനം, ആ സാധനം എപ്പോഴാണ് അതിൻ്റെ ഉടമസ്ഥനെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊടുക്കേണ്ടത്? നമ്മുടെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഒരു സാധനം കിടക്കുന്നു, നമ്മൾ അതിനെ കൈകൊണ്ടെടുത്താൽ പിന്നെ അതിൻ്റെ ആളെ അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊടുക്കണം. അപ്പൊ അതിലെന്താണെന്ന് അറിയാൻ നമുക്കൊരാകാംക്ഷ ഉണ്ടാകുമല്ലോ. അതിന്റെ പേരിൽ കാലുപയോഗിച്ച് എന്ത് ചെയ്യാം? തട്ടിയും മറിച്ച് ഈ പൂച്ച എലീനെ ഇട്ട് കളിക്കുന്നത് പോലെ എന്ത് ചെയ്യാം? നോക്കാം. പക്ഷെ കൈവച്ച് തൊട്ടാല് അതിന്റെ ആളെ എന്ത് ചെയ്യേണ്ടി വരും? അന്വേഷിച്ച് കണ്ടുപിടിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അതാണ് കളഞ്ഞു കിട്ടിയ വസ്തുവിന്റെ വിധി. പിന്നെ പരസ്യമായ ഒരു സ്ഥലത്ത് അതിനെ വിളംബരം ചെയ്യണം. ഒരു സാധനം കിട്ടിയിട്ടുണ്ട്, പശുവിനെ കിട്ടി ഒരാൾക്ക്, അയാൾ പറഞ്ഞു, നമ്മൾ കേട്ടില്ലേ ചരിത്രം, കയറ് കിട്ടിയിട്ടുണ്ട്, പശുവിനെ കിട്ടി എന്നുള്ള കാര്യം പതുക്കെയാണ് ആ മനുഷ്യൻ പറഞ്ഞത്. അങ്ങനത്തെ ഒരു തന്ത്രമൊന്നും അള്ളാഹുവിന്റെ അടുക്കൽ വിലപ്പോവുകയില്ല. അത് പരസ്യമായ സ്ഥലത്ത് വിളംബരം ചെയ്യണം. എന്നിട്ട് നിശ്ചയിക്കപ്പെട്ട ദിവസത്തിനുള്ളിൽ അതിന്റെ ആള് വന്നില്ല എങ്കിൽ ഈ മനുഷ്യന് വേണമെങ്കിൽ അത് ഉപയോഗിക്കാം. പക്ഷേ നിധി പോലെയുള്ള സാധനങ്ങളാണെങ്കിൽ ആ സാധനം അതിൽ സക്കാത്ത് കൊടുക്കൽ നിർബന്ധമാകും. ഒന്നാമത്തെ പാഠം അതാണ്. രണ്ടാമത്തെ പാഠം എന്നുള്ളത് സത്യസന്ധതയാണ്. എല്ലാ വിഷയത്തിലും ഒരു വിശ്വാസി സത്യസന്ധനായിരിക്കണം. അവന്റെ മുഴുവൻ ഇടപാടുകളിലും അമാനത്തുണ്ടായിരിക്കണം. അമാനത്ത് എന്ന് പറഞ്ഞാൽ വിശ്വസ്തതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു തആല എല്ലാ വിഷയത്തിലും അമാനത്തുണ്ടാവുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പ്രത്യേകം പറഞ്ഞു. ഖുർആനിലെ 17-ാമത്തെ സൂറത്തിൽ 80-ാമത്തെ ആയത്ത് ഇപ്രകാരമാണ്: നബിയെ, താങ്കൾ അള്ളാഹുവിനോട് മുദ്ഖല സിദ്ഖിനെയും മുഖ്റജ സിദ്ഖിനെയും ചോദിക്കണം. ഒന്നാമത് ചോദിക്കേണ്ടത് മുദ്ഖല സിദ്ഖാൻ. മുദ്ഖല സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ പ്രവേശന മാർഗം. രണ്ടാമത് ചോദിക്കേണ്ടത് മുഖ്റജ സിദ്ഖാൻ. മുഖ്റജ സിദ്ഖ് എന്ന് പറഞ്ഞാൽ സത്യസന്ധമായ ബഹിർഗമന മാർഗം. അതായത് എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ കാണും, അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും എക്സിറ്റ്. അതിന്റെ മുകളിൽ അറബിയിലുണ്ടാവും മുഖ്റജ്, അതായത് പുറത്ത് കിടക്കുന്ന വഴി. അതിനെയാണ് അറബിയിൽ മുഖ്റജ് എന്ന് പറയാം. മുദ്ഖൽ എന്ന് പറഞ്ഞാല് ഉള്ളിൽ പ്രവേശിക്കുന്ന വഴി. അപ്പൊ ഏതൊരു വിഷയത്തിലും സത്യസന്ധമായി ഉള്ളിലേക്ക് പ്രവേശിക്കാനും സത്യസന്ധമായി പുറത്തേക്ക് വരാനുമുള്ള ഒരു സാഹചര്യം നീ എനിക്ക് നൽകണമേ എന്ന് ദുആ ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നബി തങ്ങളോട് ആവശ്യപ്പെടുക. അപ്പോൾ സത്യസന്ധതയ്ക്ക് അത്രയ്ക്ക് പ്രാധാന്യമുണ്ട്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, 4 കാര്യങ്ങൾ ഒരാളിലുണ്ടായാൽ, 4 സ്വഭാവങ്ങൾ ഒരാളിലുണ്ടായാൽ അയാൾക്ക് ദുനിയാവ് മുഴുവൻ നഷ്ടപ്പെട്ടാലും അവനത് പ്രശ്നമാക്കേണ്ടതില്ല. ഒന്നാമത്തേത് ഹിഫ്ലു അമാന, വിശ്വസ്തതയാണ്. വിശ്വസ്തത ഇതൊരാൾക്കുണ്ടെങ്കിൽ ദുനിയാവ് മുഴുവൻ നഷ്ടപ്പെട്ടാലും അയാളത് പ്രശ്നമാക്കേണ്ടതില്ല. പഴയ കാലത്തൊക്കെ ഈ ഉമ്മത്ത് വിശ്വസ്തതയുടെ പേരിൽ പേര് കേട്ടവരായിരുന്നു. വെറ്റില വിൽക്കുന്ന ആളുകൾ, വെറ്റില വിൽപ്പന നടത്തുന്ന ആളുകൾ, അവര് വെറ്റില വിൽപ്പനയ്ക്ക് വേണ്ടി പുറപ്പെടുമ്പോ 2 ഭാഗമായിട്ട് എന്ത് ചെയ്യും? ആ സാധനത്തെ വെക്കും. പാത്രത്തിൽ പോലെയുള്ള സാധനത്തിലാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പൊ ഒന്നിലെന്തായിരിക്കും? ആ ദിവസത്തെ ആയിരിക്കും, ഫ്രഷ് ആയിരിക്കും. രണ്ടാമത്തെ ഭാഗത്തിരിക്കുന്നത് തലേ ദിവസത്തെ ആയിരിക്കും. അപ്പോൾ ഇത് ആളുകൾക്ക് തിരിച്ചറിയുന്നതിന് വേണ്ടി, രണ്ടും കൂടി കലരാതിരിക്കുന്നതിന് വേണ്ടി, രണ്ടും വെവ്വേറെയായി വേർതിരിച്ചു വെക്കുന്ന സമ്പ്രദായം പോലും ഈ ഉമ്മത്തിന് ഉണ്ടായിരുന്നു. ഇതൊക്കെ അമുസ്ലിം ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയ വിഷയം. കേരളത്തിലെ പഴയകാല മുസ്ലിം വ്യാപാരികളുടെ സത്യസന്ധത, ഈ സത്യസന്ധത കണ്ടിട്ടാണ് ഇസ്ലാമിലേക്ക് മറ്റുള്ളവരെ കടന്നു വരുന്നതും കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിക്കുന്നതും. റസൂലുള്ള പറഞ്ഞു, സത്യസന്ധത നിനക്കുണ്ടെങ്കിൽ, വിശ്വസ്തത നിനക്കുണ്ടെങ്കിൽ ദുനിയാവ് മുഴുവൻ നഷ്ടപ്പെട്ടാലും നീ അത് പ്രശ്നമാക്കേണ്ടതില്ല. ഒന്ന്. രണ്ടാമത്തേത് സിദ്ഖു ഹദീസ്, സംസാരിക്കുമ്പോ നല്ല കാര്യങ്ങൾ പറയുക. ആ സ്വഭാവമുണ്ടെങ്കിൽ ദുനിയാവ് മുഴുവൻ നഷ്ടപ്പെട്ടാലും നീ പ്രശ്നമാക്കണ്ട. 3. വഹുസ്നു ഖലീഖ, സൽസ്വഭാവം ഒരാൾക്കുണ്ടെങ്കിൽ ആ സൽസ്വഭാവം നിന്നിൽ നിലനിൽക്കുന്ന കാലത്തോളം ദുനിയാവ് മുഴുവൻ നഷ്ടപ്പെട്ടാലും, ദുനിയാവിൽ നിന്ന് നിന്റെ കയ്യിൽ ഒന്നുമില്ലെങ്കിൽ പോലും നീ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് മക്കളെയൊക്കെ കെട്ടിക്കുന്ന വിഷയത്തിൽ പലപ്പോഴും നമുക്ക് പറ്റുന്ന ഒരു അബദ്ധം അതാണ്.
അല്ലെ സ്വഭാവമൊന്നും നോക്കുകയല്ല, പയ്യന്റെ സ്വഭാവമൊന്നും എന്ത് ചെയ്യല നമ്മൾ നോക്കൂല, നോക്കാതെ കെട്ടിച്ചു വിടും. ഒരാഴ്ച കഴിയുമ്പോൾ എന്ത് ചെയ്യും, മോള് വീട്ടിൽ വന്നിരിക്കും. ഒരാൾ എന്നോട് പറഞ്ഞു, ഉസ്താദെ പെണ്ണ് കാണാൻ പോയി, ഞങ്ങളുടെ നാട്ടുകാരനാ. പെണ്ണ് കാണാൻ പോയിട്ട് അയാൾ പറഞ്ഞു, ഉസ്താദ് ആ വീട് കാണണം, ആ വീടിന്റെ മുറ്റം കാണണം, 2 ഇന്നോവ ഒരേ സമയത്ത് തിരിക്കാനുള്ള വലിപ്പമുണ്ട് ആ മുറ്റത്തിന്. ഞാൻ ചോദിച്ചു, ഉറപ്പിച്ച കല്യാണം? പിന്നെ ഇങ്ങനെ വലിയ മുറ്റമുള്ള ഒരു വീട്ടിലേക്ക് നമ്മൾ ആലോചനയായിട്ട് ചെല്ലുമ്പോൾ പിന്നെ അത് ഉറപ്പിക്കാതിരിക്കാൻ പറ്റുമോ? വേറെ ഒന്നും ആലോചിച്ചിട്ടില്ല, പയ്യന്റെ സ്വഭാവമൊന്നുമല്ല അവർ നോക്കിയത്. പിന്നെയോ 2 ഇന്നോവ ഒരേ സമയത്ത് തിരിക്കാൻ പറ്റുന്ന മുറ്റമുള്ള വീട്ടുകാരാണ്. മനസ്സിലായില്ല? അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഭൗതികമായ വിശാലതയുടെയും വ്യാപ്തിയുടെയും അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ പ്രശ്നമാണ്. 4-ാമത്തേത് നിബിധങ്ങൾ പറഞ്ഞു, വൈഫത്തും ഫീ തുഅമ, ഭക്ഷണത്തിൽ ഹറാമ് കലരാതിരിക്കുക. ഈ 4 സ്വഭാവങ്ങൾ ഒരാൾക്കുണ്ടെങ്കിൽ അയാൾക്ക് ദുനിയാവിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടാലും അയാളത് പ്രശ്നമാക്കേണ്ടതില്ല എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. അപ്പൊ ഇതിൽ ആദ്യം പ്രവാചകൻ എണ്ണിയത് വിശ്വസ്തതയാണ്. വിശ്വസ്തത ഉണ്ടെങ്കിൽ എല്ലാം ശരിയാകും, വിശ്വസ്തത ഇല്ലെങ്കിൽ എല്ലാം കുളമാകും. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ ഇടപാടുകളിലും പൂർണ്ണമായ വിശ്വസ്തത പാലിക്കാൻ എന്നോടും നിങ്ങളോടും ആവശ്യപ്പെടുന്നു. ഈ റമദാനിലൂടെ യഥാർത്ഥ വിശ്വസ്തതയുള്ളവരായി സത്യസന്ധന്മാരായി മാറാൻ നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ പരിശ്രമിക്കാം. അല്ലാഹു അതിനുള്ള തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത